എന്തായി ഗൗതം, വക്കീലിനെ കണ്ടോ? ഏത് വക്കീലിനെ? അഡ്വക്കേറ്റ് ബാലഗോപാലിനെ. പുള്ളിയെ കാണാൻ പറ്റുമോ? പോവാൻ പറ അവളോട്. അഡ്വക്കേറ്റ് ബാലഗോപാലിന് പകരം ദൈവം ഒരു വക്കീലിനെ കൊണ്ട് നിനക്ക് വേണ്ടി എന്നെ വിളിപ്പിച്ചു. കോടതിയിൽ നിന്ന് നിന്നെ പോലീസുകാർ കൊണ്ടുപോയി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അന്തം വിട്ടു നിന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു, ഒരു വക്കീലിന്റെ. അതാരാ? ഒന്ന് ഊഹിച്ചു നോക്ക്, ആരായിരിക്കും അതെന്ന്. എപ്പോഴും വിളിയും പറച്ചിലൊന്നും ഇല്ലായെങ്കിലും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ടാവുമല്ലോ. ഒരാവശ്യം വന്നപ്പോ ഒന്നും അറിയാതെ തന്നെ അവൻ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല സൗഹൃദങ്ങൾക്ക് മേൽ ദൈവം നടത്തുന്ന ഇടപെടലുകളല്ലേ. ആരായിരിക്കും വിളിച്ചെന്ന് നിനക്ക് മനസ്സിലായല്ലേ? അഡ്വക്കേറ്റ് അർജുൻ മാധവ്. യെസ്, വിളിച്ചത് നമ്മുടെ അർജുന. ഒന്നും അറിഞ്ഞിട്ട് വിളിച്ചതല്ല, വെറുതെ ഒന്ന് വിളിച്ചു എന്റെ വിശേഷം തിരക്കാൻ. അപ്പോഴാ നമ്മുടെ വിശേഷം അവൻ അറിയുന്നത്. കാര്യം പറഞ്ഞപ്പോ ഒന്നും ആവശ്യപ്പെടാതെ ഒരൊറ്റ വാചകത്തിൽ അവൻ മറുപടി ഒതുക്കി. മറ്റന്നാളെ കേസ് വിളിക്കുമ്പോ നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് അഡ്വക്കേറ്റ് അർജുൻ മാധവ് ആയിരിക്കുമെന്ന്. എന്റെ ഈശ്വര, ആ പേരെന്താ നമുക്ക് ആദ്യമേ തോന്നാതിരുന്നത്? നമുക്ക് തോന്നിയില്ലെങ്കിൽ എന്താ, നമ്മളെ ഇങ്ങോട്ട് അതും കൃത്യസമയത്ത് തന്നെ വിളിക്കാൻ അർജുനെ കൊണ്ട് ദൈവം തോന്നിപ്പിച്ചില്ലേ? അതാണ് നമ്മുടെ ഉള്ളിലെ നന്മയുടെ ഗുണം. അർജുൻ എന്താ ഗൗതം പറഞ്ഞത്? വിശദമായിട്ട് തന്നെ ഞാൻ പിന്നീട് സംസാരിച്ചു. പെട്ടെന്ന് വരാൻ പറ്റില്ല, പക്ഷെ മറ്റന്നാൾ കോടതി കൂടുമ്പോ അർജുനുണ്ടാവും. അവൻ എനിക്ക് ഉറപ്പ് തന്നു. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. സത്യം പറഞ്ഞ ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. എന്റെ ഉള്ളിൽ ഇപ്പോഴുള്ളത് ആശ്വാസമല്ല, ആത്മവിശ്വാസമാണ്. ഞാൻ ഉറപ്പിച്ചു നിധി, ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. മറ്റന്നാൾ നിനക്ക് ജാമ്യം വാങ്ങി തരുമെന്ന് തന്നെ അർജുൻ പറഞ്ഞിരിക്കുന്നത്. ഈ കേസ് തന്നെ ഇല്ലാതാക്കി തരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടവൻ. അതിന് സംസാരിച്ചേക്കാൻ സമയമില്ല. നിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നത് ഞാൻ. പോട്ടെ, ഇനി തിരക്കിട്ട സമയ. എന്റെ കയ്യിൽ മണിക്കൂറുകളേ ഉള്ളൂ. അർജുൻ ഏൽപ്പിച്ച ജോലികൾ മുഴുവൻ ചെയ്തു തീർക്കണം എനിക്ക്. അതിനെനിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നീ. ഗൗതമിന് പറ്റും. ദൈവം കൂടെ കാണും. എന്റെ പ്രാർത്ഥനയും. എന്നാ ഞാൻ പൊക്കോട്ടെ.